ഇന്ന് കാണുന്ന ഈ ഒരു നാരദ മഹർഷി എന്നുള്ള സ്വരൂപമായിരുന്നില്ല മുമ്പ്. കഴിഞ്ഞ ജന്മത്തിൽ അഹം പുരാദ്ഭവം കശ്ചിൽ ഗന്ധർവ ഉപപരിഹണ. തിരുവനന്തപുരം ജില്ലയിലെ മരുതംകുഴി എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന പുണ്യപുരാതന ക്ഷേത്രമാണ് കേശവപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. കേശവപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ 18ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം 2025 ഏപ്രിൽ 5 ശനിയാഴ്ച മുതൽ 13 ഞായറാഴ്ച വരെ നടന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഏതെങ്കിലും ഒരു ക്ഷേത്ര പരിസരം എന്ന് പറഞ്ഞാലും ആ ഒരു നാട്ടിൽ ആണ് നമ്മൾ താമസിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ, പൂജാതി കർമ്മങ്ങൾ വേണ്ടതുപോലെ ആ ഭഗവാന് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ക്ഷേത്ര ചൈതന്യം, ഭഗവാന്റെ ചൈതന്യം വർദ്ധിച്ചിട്ട് അത് ഈ നാട്ടിലുള്ളതായ സകല ആൾക്കാർക്കും സകല ഐശ്വര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്ന് ഭാഗവതം നമുക്ക് പറഞ്ഞു തന്നു. യഥാർത്ഥത്തിൽ ഈ കേശവപുരത്തപ്പന് അല്ലേ ആ ഒരു പൂജാതി കർമ്മങ്ങൾ നന്നായിട്ട് നടക്കുന്നുണ്ട്. അതിലേക്ക് വേണ്ടതായ സഹായ സഹകരണങ്ങൾ നാട്ടുകാർ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു ക്ഷേത്രത്തിനും ഈ ഒരു നാട്ടിനും ഇത്രയധികം അഭിവൃദ്ധി യാതൊരു സംശയവുമില്ല. അവിടെ വേണ്ട രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നില്ല, നമ്മൾ അതിലേക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലോ അവിടെ ചൈതന്യം ലോപം വരും, ചൈതന്യം ക്ഷയിക്കും. അതുകൊണ്ട് അനർത്ഥങ്ങൾ കമ്മിറ്റിക്കാർക്ക് മാത്രമല്ല നാട്ടുകാർക്ക് മുഴുവൻ പലതരത്തിലുള്ളതായ അനർത്ഥങ്ങൾ ഉണ്ടാവുകയും ചെയ്യും എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളാൽ കഴിയുന്നതായ സഹായ സഹകരണങ്ങൾ നമ്മൾ ചെയ്യുക. എത്രയെത്ര ഹരേരർച്ച സദേശ ശ്രേയസാം പദം എന്ന് വർണ്ണിച്ചു. എന്തെങ്കിലും കാര്യങ്ങൾ ഒരാളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചെന്നുണ്ടെങ്കിൽ അയാളെ ഗുരുനാഥനെ സാക്ഷാൽ ഭഗവാനായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കണം. ഇല്ലെങ്കിലോ മന്യേ കുഞ്ചര ശൗചവൽ, ഇല്ലെങ്കിൽ ആനക്കുളി പോലെ ആയിട്ട് തീരും. വേണ്ടത് വേണ്ട സമയത്ത് തോന്നില്ല, ഗുരുത്വം ഇല്ല, ഉണ്ടാകില്ല. അല്ലെ, ഗുരുനാഥൻ്റെ അനുഗ്രഹം ഗുരുത്വം ഇല്ല എന്നുണ്ടെങ്കിൽ വേണ്ടത് വേണ്ട സമയത്ത് തോന്നില്ല. പിന്നെ വേണ്ടത് വേണ്ട സമയത്ത് തോന്നാൻ കുറേ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് തോന്നിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ആ ഗുരുത്വം എന്നുള്ളത് നമ്മൾ ആരെയും ഗുരുനാഥനെ സാക്ഷാൽ ഭഗവാനായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കണം. പരമേവ ലക്ഷ്യം, നമുക്ക് ലക്ഷ്യം എന്താണ്? ഭഗവാനിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. ആ ഒരു പരമമായ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ പറഞ്ഞതായ കാര്യങ്ങളൊക്കെ നമ്മുടെ മനുഷ്യജീവിതത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏതൊരുവനും എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സാധിക്കും എന്ന് സനാതനധർമ്മത്തെ ഉപസംഹരിച്ചു നാരദ മഹർഷി. നാരദ മഹർഷി പറഞ്ഞു, ധർമ്മപുത്രരെ, ഞാൻ തന്നെയാണ് ഇതിന് ഉദാഹരണം. ഞാനിപ്പോൾ ഇന്ന് കാണുന്ന ഈ ഒരു നാരദ മഹർഷി എന്നുള്ള സ്വരൂപമായിരുന്നില്ല മുമ്പ്. കഴിഞ്ഞ ജന്മത്തിൽ അഹം പുരാദ്ഭവം കശ്ചിൽ ഗന്ധർവ ഉപപരിഹണ. ഞാൻ ഈ നാരദ മഹർഷി എന്നുള്ള ഇതിന് തൊട്ട് മുമ്പത്തെ ജന്മം, മുമ്പത്തെ ജന്മം ഞാനൊരു ഉപപരിഹണൻ എന്ന പേരുള്ള ഒരു ഗന്ധർവനായിരുന്നു. ഞാൻ ഹരികഥാപ്രസംഗം ചെയ്യുന്ന വലിയ കേമനാണ്, അല്ലെ, ഹരികഥാപ്രസംഗം ചെയ്യുന്ന ആളാണ്. അപ്പോഴാണ് എനിക്ക് ഒരു പ്രാവശ്യം ഏകദാ ദേവസത്രയതോ ഗന്ധർവ അപ്സരസാങ്കണാഹ, ദേവസത്രത്തിൽ ദേവലോകത്ത് ക്ഷണം കിട്ടി. എന്തിന്? ഹരികഥാപ്രസംഗം ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനങ്ങനെ അനേകം ആൾക്കാരോട് കൂടിയിട്ട്, സ്ത്രീഭി പരിവൃത അനേകം സ്ത്രീകളോട് കൂടിയിട്ട് അങ്ങനെ ആ ദേവലോകത്തേക്ക് ഹരികഥാപ്രസംഗം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എത്തി. ഇങ്ങനെ ആ ഹരികഥാപ്രസംഗമൊക്കെ ചെയ്യുമ്പോൾ അവിടത്തേക്ക് ഋഷീശ്വരന്മാർ, സപ്തർഷികൾ വരുന്നത് കണ്ടു. അപ്പോൾ ഞാൻ ഈ ഹരികഥാപ്രസംഗം ചെയ്യും, ഞാൻ വലിയ കേവനാണെന്നുള്ള ആ ഒരു ധാരണ കൊണ്ട് ഞാൻ എഴുന്നേറ്റില്ല, അവരെ ബഹുമാനിച്ചില്ല, അവരെ വന്ദിച്ചില്ല. അതിൻ്റെ കാരണം കൊണ്ട് അപമാനിച്ചതുകൊണ്ട്, മഹാത്മാക്കളായ ഋഷീശ്വരന്മാരെ അപമാനിച്ചതുകൊണ്ട് അവരവിടുന്ന് ശപിച്ചു. യാഹിത്വം ശൂദ്രതാമാശു നഷ്ടശ്രീഹി കൃതഹേളന, നിൻ്റെ ഈ സകല ഐശ്വര്യങ്ങളും യോഗ്യതകളും കഴിവുകളൊക്കെ നിനക്കുണ്ടല്ലോ, ഇപ്പോൾ അതൊക്കെ ഇല്ലാതായിട്ട് തീരട്ടെ, നീ ശൂദ്രയോനിയിൽ പോയിട്ട് ഭൂമിയിൽ പോയിട്ട് ജനിക്കട്ടെ എന്ന് ഋഷീശ്വരന്മാർ, സപ്തർഷിമാർ ശപിച്ചു. അങ്ങനെയാണ് ഞാൻ ഒരു ശൂദ്രകുലത്തിൽ പ്രഥമസ്കന്ധത്തിൽ നമ്മൾ കണ്ടു, അല്ലെ, ഒരു ബ്രാഹ്മണൻ്റെ കുലത്തിൽ, ഒരു ബ്രാഹ്മണൻ്റെ ഗൃഹത്തിൽ വീട്ടുജോലി ചെയ്യുന്നതായ ഒരു സ്ത്രീയുടെ, ഒരമ്മയുടെ മകനായിട്ട്, ബാലകനായിട്ട് ജനിച്ചു എന്ന് കണ്ടിട്ടുണ്ട് നമ്മൾ. കാരണം ഇവിടെ സന്നിധാനം ചെയ്തത് ആരാണ്? സാക്ഷാൽ ഭഗവാനാണ്.
രാജസൂയ മഹായാഗ സമയത്ത് കാല് കഴുകിച്ച് പൂജിച്ചതായ ആ ഒരു ശ്രീകൃഷ്ണ ഭഗവാൻ ഇവിടെ എഴുന്നള്ളിയതുകൊണ്ട് അദ്ദേഹത്തെ അറിയാനും ആ ഭഗവാനെ അനുഭവിക്കാനും വേണ്ടിയിട്ടാണ് ഇത്രയും ആൾക്കാർ 18 മാസം ഇവിടെ തടിച്ചുകൂടിയത് എന്ന് നീ മനസ്സിലാക്കുക. ഈ കാണുന്നത് നീ സാധാരണ നിൻ്റെ ഒരു ബന്ധുവായിട്ടുള്ളതായ നിൻ്റെ അമ്മാവൻ്റെ പുത്രനായിട്ടുള്ളതായ കൃഷ്ണൻ മാത്രമല്ല, ഇത് സാക്ഷാൽ പരമാത്മാവായ ഈശ്വരൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. ആ കൃഷ്ണൻ്റെ യോഗ്യത കൊണ്ടാണ് ഇതൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നത് നീ മനസ്സിലാക്കുക എന്ന് ധർമ്മപുത്ര മഹാരാജാവിനോട് പാണ്ഡവന്മാരോട് സാക്ഷാൽ നാരദ മഹർഷി പറഞ്ഞു കൊടുത്തപ്പോൾ ആ പാണ്ഡവന്മാർ ധർമ്മപുത്രർ എല്ലാവരും കൃഷ്ണ പാർത്ഥാവുപാമന്ത്രിയ പൂജിത പ്രയയോ മുനി ശ്രുത്വാ കൃഷ്ണം പരം ബ്രഹ്മ പാർത്ഥ പരവിസ്മിത. അവരൊക്കെ വീണ്ടും ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചിട്ട് ഇത് അത്ഭുതത്തോടു കൂടിയിട്ട് ഭഗവാനെ ആശ്രയിച്ചതായ ആ ഒരു സന്ദർഭം ഓർമ്മിക്കുക നമ്മളും. रमया ब्रह्मानेन देव्यादप्रियगम्य तस्यानुभावक्नदुदो गुणाच्चवरमोदया षष्ठचक्षुषपुत्रचाक्षुषो नामैमनु पूर्वपुरुषवद्युम्नप्रमगाश्चाक्षुषात्मजान् इन्द्रो मन्द्रद्नोत्तत्र देवाभ्यादिवो गणान् मयत्तत्वैरान् भविष्मद्धीरवादय तत्राविदेव सम्बोध्यां विराजस्यावस्तद ബാലേ ഗോപാലേ നിപ്പാണഗേണം. ഏപ്രിൽ 12 ശനിയാഴ്ചയായിരുന്നു തിരുആറാട്ട്. തിരുആറാട്ടിന് തിടമ്പേറ്റിയത് സിന്ദൂര കുലപതി കാണവിള ശിവനാരായണനായിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്.
മരുതംകുഴി കേശവപുരം ശ്രീകൃഷ്ണസ്വാമിക്ക് ഞങ്ങളുടെ അനന്തകോടി പ്രണാമം.